അല്ലാഹു മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ല, യഹോവയും ഈശ്വരനും അതേ ദൈവം തന്നെ. ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യരെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് ദൈവദൂതന്മാർ മുഖേന വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടുകൊണ്ടിരുന്നു. ക്രിസ്താബ്ദം 7-ാം നൂറ്റാണ്ടിൽ ദൈവിക ഗ്രന്ഥങ്ങളുടെ പൂർത്തീകരണമായി അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യർക്കായി അവതരിക്കപ്പെട്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ശാസ്ത്ര പുരോഗതിയിലൂടെ മനുഷ്യൻ വളരെയേറെ മുന്നോട്ടു പോയിട്ടും 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവതരിക്കപ്പെട്ട ആ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു പരാമർശം തെറ്റാണെന്ന് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ ഖുർആനിൽ പറഞ്ഞ ചരിത്ര പരാമർശങ്ങൾ 100% സത്യമാണെന്ന് ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിലൂടെ സഞ്ചരിച്ച് മുൻകാല ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അധ്യായം 27, നംല് 69-ാം വചനം. ഖുൽ സീറൂ ഫിൽ അർദി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. ഇതേപോലെയുള്ള ഖുർആനിക വചനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിൽ പരാമർശിച്ച ചരിത്ര സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അവിടെയുള്ള ചരിത്രാവശിഷ്ടങ്ങൾ ഞങ്ങൾ വീഡിയോയിൽ പകർത്തി. ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ചരിത്ര സംഭവങ്ങൾ കാലക്രമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇതിനു വേണ്ടി ഞങ്ങൾ സൗദി അറേബ്യ, ഈജിപ്റ്റ്, ജോർഡാൻ, ഒമാൻ, UAE, ഇറാൻ, അർമേനിയ, സോവിയറ്റ് ജോർജിയ, തുർക്കി, ഇറാഖ്, കുർദിസ്ഥാൻ, ലെബനൻ, യമൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിലെ നഗരങ്ങളും നാട്ടിൻപുറങ്ങളും മരുഭൂമികളും സമുദ്രങ്ങളും മഞ്ഞുമൂടിയ മലകളും താണ്ടിക്കടന്ന് പകർത്തിയെടുത്ത ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദം അലൈഹിസ്സലാം. ലക്ഷോപലക്ഷം ജീവവർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വിശേഷ ബുദ്ധിയോടുകൂടി സ്വർഗത്തിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടവനാണ് മനുഷ്യൻ. മക്കയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ അറഫയിലെ ഈ ജബലുർ റഹ്മയിലാണ് മനുഷ്യവർഗത്തിൻ്റെ ആദിപിതാവായ ആദമും ആദിമാതാവായ ഹവ്വയും ഭൂമിയിലെത്തിയ ശേഷം തമ്മിൽ കണ്ടുമുട്ടിയത് എന്നതാണ് പ്രമുഖമായ വ്യാഖ്യാനം. നൂഹ് അലൈഹിസ്സലാം. ദൈവദൂതനായ നൂഹ് നബി ജീവിച്ച പ്രദേശങ്ങൾ ഇപ്പോഴത്തെ ഇറാഖിലാണ്. ബിംബാരാധകരായ സുമേറിയൻ ജനതയെ അദ്ദേഹം സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. 950 വർഷം അദ്ദേഹം പ്രബോധനം ചെയ്തതായി ഖുർആൻ വ്യക്തമാക്കുന്നു. ദീർഘകാലം പ്രബോധനം ചെയ്തിട്ടും അല്പം ആളുകൾ മാത്രമേ സത്യവിശ്വാസികളായുള്ളൂ. ഭൂരിപക്ഷം വരുന്ന ധിക്കാരികളെ നശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. മരപ്പലകകൾ ഘടിപ്പിച്ച് ഒരു കപ്പലുണ്ടാക്കുവാനും സത്യവിശ്വാസികളെയും വംശം നശിക്കാതിരിക്കാൻ എല്ലാ ജന്തുവർഗങ്ങളുടെ ഇണകളെയും അതിൽ കയറ്റാൻ അള്ളാഹു കൽപ്പിച്ചു. ഇറാഖിലെ കൂഫയിൽ ഇവിടെ വെച്ചാണ് അതുണ്ടാക്കിയത് എന്നാണ് ആധികാരികമായ അഭിപ്രായം. പശ്ചാത്തലത്തിൽ കാണുന്നത് ചരിത്രപ്രധാനമായ കൂഫ പള്ളി. ആകാശം പേമാരി കുത്തിച്ചൊരിഞ്ഞു. എങ്ങും ഉറവകൾ പൊട്ടിയൊലിച്ചു. ആയിരക്കണക്കിന് അടി ഉയരത്തിൽ വെള്ളം പൊങ്ങി. സത്യനിഷേധികളെല്ലാം ചത്തൊടുങ്ങി. ദിവസങ്ങൾക്കു ശേഷം വെള്ളം ഇറങ്ങിത്തുടങ്ങി. നൂഹ് നബിയുടെ കപ്പൽ ജൂദി പർവ്വതത്തിന്മേൽ ചെന്നുറച്ചതായി 11-ാം അധ്യായം 44-ാം സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. വഖീല യാ
أرض ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجودي وقيل بعدا للقوم الظالمين. നൂഹ് നബിയുടെ കപ്പൽ തട്ടി നിന്ന തുർക്കിയിലെ ജൂതി പർവ്വതം കുർദിസ്ഥാന്റെ വടക്കേ അറ്റത്തു നിന്നുള്ള ദൃശ്യം. 6800 അടിയാണ് ഇതിന്റെ ഉയരം. കിഴക്കൻ തുർക്കിയിൽ അർമേനിയൻ അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഐസ് മൂടിക്കിടക്കുന്ന ഈ അറാറത്ത് പർവ്വതത്തിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയാണ് ജൂതി പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ആദ് സമുദായവും ഹൂദ് നബിയും. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ഒമാനിൽ ഉൾപ്പെട്ട ഷിസറിൽ മൺമറഞ്ഞു പോയതും 1992 ഉത്ഖനന ഗവേഷണത്തിലൂടെ മണൽ കൂനകൾ മാറ്റിയപ്പോൾ കണ്ടെത്തിയതുമായ അഹ്കാഫ് അഥവാ ഉബാർ എന്ന പ്രദേശത്തേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. ഇത് ഒമാനിലെ സ്വലാല. ഇവിടുന്ന് 172 കിലോമീറ്റർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ ഉബാറിലെത്താം. ഹൂദ് നബിയുടെ ജനതയായ ആദ് സമുദായക്കാർ ജീവിച്ചിരുന്ന പ്രദേശമാണ് ഉബാർ. മണൽക്കുന്നുകൾ മാറ്റിയപ്പോൾ കണ്ടെത്തിയ ഏതാനും വീടുകളുടെ അവശിഷ്ടങ്ങളാണിത്. അധ്യായം 11 ഹൂദ് 50 അല്ലാഹു പറയുന്നു: وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره إن أنتم إلا مفترون. ആദ് ജനതയിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെയും നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു: എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. നിങ്ങൾ കെട്ടിച്ചമച്ച് പറയുന്നവർ മാത്രമാകുന്നു. സൂറത്ത് ഹൂദിൽ തുടർന്നുള്ള സൂക്തങ്ങളിൽ ഹൂദ് നബി പ്രബോധനം ചെയ്ത സത്യസന്ദേശത്തെ അവർ ധിക്കരിച്ചു തള്ളിയതായി ഖുർആൻ പറയുന്നു. ആദ് സമുദായത്തിന് അല്ലാഹു സമൃദ്ധമായി ജലം നൽകി. അക്കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഒരു കിണറാണിത്. ഇപ്പോഴും അതിൽ വെള്ളം സമൃദ്ധമാണ്. അധ്യായം 89 അൽ ഫജ്ർ 6, 7, 8 സൂക്തങ്ങൾ. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد. ആദ് സമുദായത്തെ നിന്റെ രക്ഷിതാവ് എന്ത് ചെയ്തു എന്ന് നീ കണ്ടില്ലേ? അഥവാ തൂണുകളുടെ ഉടമയായ ഇറം ഗോത്രം. അതിനു തുല്യമായിട്ടൊന്ന് രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ഗോത്രം. പ്രസ്തുത തൂണുകളുടെ മാതൃക. അവരുടെ തൂണുകളുടെ അവശിഷ്ടമാണിത്. ആദ് സമുദായം ഉപയോഗിച്ച വസ്തുക്കൾ:
കല്ലുകൊണ്ട് നിർമ്മിച്ച നാണയങ്ങൾ. കുന്തിരിക്കം മരം അക്കാലത്ത് സമൃദ്ധമായി കൃഷി ചെയ്യപ്പെട്ടിരുന്നു. ഇതിന്റെ കറ സുഗന്ധദ്രവ്യങ്ങളും ഔഷധങ്ങളും നിർമ്മിക്കാൻ കയറ്റുമതി ചെയ്ത് സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയർന്ന ആദ് സമുദായം ബിംബാരാധനയും സത്യനിഷേധവും തുടർന്നപ്പോൾ ഹൂദ് നബി അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകി. അതും അവർ നിഷേധിച്ചു തള്ളുകയാണ് ഉണ്ടായത്. ഹൂദ് നബിയെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തിയ ശേഷം അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. അധ്യായം 69 അൽ ഹാഖ 6-7 സൂക്തങ്ങൾ. وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية. എന്നാൽ ആദ് സമുദായം അത്യുഗ്രമായ കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. തുടർച്ചയായ 7 രാത്രിയും 8 പകലും ആ കാറ്റ് അവരുടെ നേർക്ക് അവൻ തിരിച്ചുവിട്ടു. അപ്പോൾ കടപുഴകി വീണ ഈത്തപ്പന തടികൾ പോലെ ആ കാറ്റിൽ ജനങ്ങൾ വീണുകിടക്കുന്നതായി നിനക്ക് കാണാം. തീർത്തും ശൂന്യമായ മരുഭൂമിയാണ് ഉബാറിന് ചുറ്റും. അന്നത്തെ കൊടുങ്കാറ്റിനെ തുടർന്ന് മണൽ മൂടിപ്പോയ അവരുടെ വാസസ്ഥലങ്ങളിൽ കുറച്ചു മാത്രമേ മണൽ നീക്കി കണ്ടെത്തിയിട്ടുള്ളൂ. ഇനിയും മണൽ നീക്കിയാൽ മൺമറഞ്ഞുപോയ അവരുടെ വാസസ്ഥലങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. സമ്പൽ സമൃദ്ധിയിൽ മതിമറക്കുന്ന മനുഷ്യരെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. സ്വാലിഹ് നബിയും സമൂദ് ഗോത്രവും. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് ഹിജ്റിൽ ജീവിച്ചിരുന്ന ഗോത്രമാണ് സമൂദ്. അവരിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനായിരുന്നു സ്വാലിഹ് നബി. സൗദി അറേബ്യയിലെ മദാഇൻ സ്വാലിഹിൽ പാറ വെട്ടിത്തുരന്ന് നിർമ്മിച്ച അവരുടെ ഗുഹാഭവനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. മദീനയിൽ നിന്ന് 405 കിലോമീറ്റർ വടക്കാണ് മദാഇൻ സ്വാലിഹ്. സ്വാലിഹ് നബി ജനങ്ങളോട് പറഞ്ഞു. അധ്യായം 11 ഹൂദ് 61 സൂക്തം. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب. സമൂദ് ജനതയിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹിനെയും നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ആരാധനയുമില്ല. അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു വളർത്തുകയും നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവനോട് പാപമോചനം തേടുകയും അവങ്കിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. തീർച്ചയായും എൻ്റെ രക്ഷിതാവ് സമീപസ്ഥനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനുമാകുന്നു. അവർ പർവ്വതങ്ങളിൽ പാറകൾ വെട്ടിത്തുരന്ന് വീടുകളുണ്ടാക്കി നിർഭയരായി കഴിഞ്ഞുകൂടുകയായിരുന്നു.
അധ്യായം 89 അൽ ഫജ്ർ 9-ാം സൂക്തം. وثمود الذين جابوا الصخر بالواد താഴ്വരയിൽ പാറ വെട്ടിത്തുരന്ന് കെട്ടിടമുണ്ടാക്കിയ സമൂദ് ഗോത്രം. അവരുപയോഗിച്ചിരുന്ന പൊതു കിണറിന്റെ ദൃശ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് സഹാബാക്കളുമായി യാത്ര ചെയ്തപ്പോൾ ഈ പ്രദേശത്തുകൂടിയാണ് കടന്നുപോയത്. അള്ളാഹുവിന്റെ ശിക്ഷ ബാധിച്ച സ്ഥലമാണിതെന്ന് പ്രവാചകൻ അവരെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സമൂദ് ഗോത്രത്തിൽ ചിലർ പൊതുചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ഹാൾ. അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അൽ ഉല മ്യൂസിയത്തിൽ. 9 റൗഡി സംഘങ്ങൾ ആ നാട്ടിലുണ്ടായിരുന്നു. ബഹുദൈവാരാധനയും കൊള്ളയും അക്രമവും ധിക്കാരവും വ്യാപകമാക്കിയിരുന്നു അവർ. അസാധാരണ രൂപത്തിൽ ഒരു ഒട്ടകം സൃഷ്ടിക്കപ്പെടുകയും ആ ഒട്ടകം അവർക്കിടയിലൂടെ നടക്കുകയും ചെയ്തു. അതിനെ ഉപദ്രവിക്കരുതെന്ന് അള്ളാഹു അവരോട് കൽപ്പിച്ചു. അള്ളാഹുവിന്റെ ഒട്ടകം വെള്ളം കുടിച്ച സ്ഥലമാണിത്. അവർ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ഒട്ടകത്തെ കശാപ്പ് ചെയ്തു. ആ പാതകം ചെയ്തത് ഇവിടെ വെച്ചാണ്. പുലർച്ചെ ദൈവിക ശിക്ഷ അവരെ പിടികൂടുക തന്നെ ചെയ്തു. അധ്യായം 11 ഹൂദ് 67-ാം സൂക്തം. وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. അക്രമം പ്രവർത്തിച്ചവരെ ഘോര ശബ്ദം പിടികൂടി. അങ്ങനെ പ്രഭാതത്തിൽ അവർ വീടുകളിൽ കമിഴ്ന്നു വീണ അവസ്ഥയിലായിരുന്നു. ഈ ചരിത്രമാണ് അൽ ഉല മ്യൂസിയം ഡയറക്ടർ വിവരിക്കുന്നത്. ممكن هذا الصيحة زلزلت هذا المكان عندنا؟ هذا أنت لو أتيت إلى الخريبة ഭൗതിക ജീവിതത്തിൽ മതിമറന്ന ആധുനിക മനുഷ്യരെ, കൊട്ടാരതുല്യമായ നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങളുടെ മേൽ തകർത്തു വീഴ്ത്താൻ പടച്ചവന് പ്രയാസമില്ലെന്ന് ഓർക്കുക. ദക്ഷിണ സിനായിൽ സ്വാലിഹ് നബിയുടെ ഖബറാണിത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദക്ഷിണ ഇറാഖിൽ ബാഗ്ദാദിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ തെക്കാണ് അന്നാസുരിയ പട്ടണം. അവിടുന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഇബ്രാഹിം നബിയുടെ നാടായ ബാബിലോണിയയിലെ ഊർ സ്ഥിതി ചെയ്യുന്നത്. അന്നാസുരിയ പട്ടണം യൂഫ്രട്ടീസ് നദീതീരത്താണ്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് ഇവിടെയാണ്. അള്ളാഹുവിന്റെ ചങ്ങാതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ. അദ്ദേഹത്തിന്റെ വിശ്വാസദാർഢ്യം ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വീട്. ഖുർആനിൽ 69 സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട്. ഊറിന്റെ കാവൽക്കാരനായി ഇബ്രാഹീമിന്റെ ജനത കരുതിയ ചന്ദ്രദേവനെ ആരാധിക്കാൻ നമ്രൂദ് രാജാവ് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. പിൽക്കാലത്ത് ഇത് പുതുക്കിപ്പണിതു.
കൂടെയുള്ളത് ഇറാഖി പട്ടാളക്കാരനും ഊറിലെ ഗൈഡുമാണ്. 5000-ഓളം ദേവീദേവന്മാരെ ആരാധിച്ചിരുന്ന സ്വന്തം ജനതയോടും പിതാവിനോടും ഊർനമു എന്ന നമ്രൂദ് രാജാവിനോടും ബിംബാരാധനയുടെ യുക്തിരാഹിത്യത്തെക്കുറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം ഉണർത്തി. കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത സ്വന്തം കൈകളാൽ നിർമ്മിച്ച പ്രതിമകളെ പൂജിക്കുന്നത് അവിവേകവും ദൈവത്തോടുള്ള ധിക്കാരവുമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. നമ്രൂദിന്റെ കൊട്ടാരം. അടിത്തറ ഏകദേശം 38 മീറ്റർ നീളവും അത്ര തന്നെ വീതിയുമുള്ള ഈ കൊട്ടാരത്തിൽ 30ഓളം റൂമുകൾ ഉണ്ടായിരുന്നു. ബിംബങ്ങൾ നിർജീവ വസ്തുക്കളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇബ്രാഹിം അലൈഹിസ്സലാം തന്ത്രം പ്രയോഗിച്ചു. അവയിൽ ചിലതിനെ തകർക്കുകയും വലുതിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയിടുകയും ചെയ്തു. ഇക്കാരണത്താൽ അദ്ദേഹത്തെ തീയിൽ എറിഞ്ഞുകൊല്ലാൻ അവർ തീരുമാനിച്ചു. പ്രപഞ്ചനാഥനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യം തുറന്നു പ്രഖ്യാപിച്ച ആ മഹോന്നതൻ നിഷ്കരണം അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. കരിച്ചു കളയാനുള്ള തീയിന്റെ ശക്തിയെ അല്ലാഹു ഇല്ലാതാക്കി. അധ്യായം 21 അംബിയാ 69-ാം സൂക്തം. قلنا يا نار كوني بردا وسلاما على إبراهيم. നാം പറഞ്ഞു, തീയെ, നീ ഇബ്രാഹീമിന് തണുപ്പും സമാധാനവുമായിരിക്കുക. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തന്ത്രം പ്രയോഗിക്കാൻ അവർ തീരുമാനിച്ചു. എന്നാൽ അവരെ ഏറ്റവും നഷ്ടക്കാരാക്കുകയാണ് നാം ചെയ്തത്. നാടും വീടും ഉപേക്ഷിച്ച് ഊറിൽ നിന്ന് 1200 കിലോമീറ്റർ ദൂരം ദുർഘടമായ പ്രദേശങ്ങൾ താണ്ടി അദ്ദേഹം ഫലസ്തീനിലെത്തി. ഇത് ഫലസ്തീനിലെ അൽ ഖലീൽ എന്ന ഹെബ്രോൺ പട്ടണം. അദ്ദേഹത്തിന്റെ ഖബർ ഈ അൽ ഖലീൽ പള്ളിക്ക് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിന് പിറന്ന കുഞ്ഞുമകനെയും ഭാര്യ ഹാജറായെയും ഫലസ്തീനിൽ നിന്ന് 1500 കിലോമീറ്റർ ദൂരെ അറേബ്യയിലെ വിജനമായ മക്കയിൽ താമസിപ്പിച്ച് തിരിച്ചുപോരാൻ ദൈവീക കൽപ്പനയുണ്ടായി. വരണ്ട് കിടക്കുന്ന മക്ക താഴ്വരയിൽ വെള്ളം തേടി വെപ്രാളപ്പെട്ട് സഫാ മർവ കുന്നുകൾക്കിടയിൽ ഹാജറ റളിയല്ലാഹു അൻഹ പരക്കം പാഞ്ഞു. ആ സംഭവത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാനും അതിൻ്റെ സ്മരണ നിലനിർത്താനും അതേ സ്ഥാനത്ത് ഹജ്ജിലും ഉംറയിലും തീർത്ഥാടകർ വേഗം നടക്കുന്നു. മക്കയിലെ ജലശൂന്യമായ ഏകാന്ത താഴ്വരയിൽ വിട്ടേച്ചുപോയ പിഞ്ചു പൈതൽ ദാഹം സഹിക്കവയ്യാതെ കാലിട്ടടിച്ചു കരഞ്ഞപ്പോൾ അവിടെ പൊട്ടിയൊഴുകിയ ഉറവയാണ് സംസം. ഈ അത്ഭുത നീരുറവ മരുഭൂമിയിൽ 4000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സമൃദ്ധമായി നിലനിൽക്കുന്നു. ലക്ഷോപലക്ഷം ജനങ്ങൾ ഉപയോഗിച്ചിട്ടും പറ്റാത്ത ഈ അത്ഭുത ജലപ്രവാഹം പരമകാരുണ്യകനായ ദൈവം മക്കാ നിവാസികൾക്കും അവൻ്റെ അതിഥികളായി അവിടെ എത്തുന്നവർക്കും വേണ്ടി ഒരുക്കിയ ഒരു നിധിയാണ്. ഇസ്മായിൽ വളർന്ന് നടക്കാറായപ്പോൾ സ്വന്തം കൈകൾ കൊണ്ട് തൻ്റെ മകനെ അറുക്കണമെന്ന് അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് കൽപ്പിച്ചു. ദൈവീക കൽപ്പന നടപ്പാക്കാൻ അദ്ദേഹം ഫലസ്തീനിൽ നിന്ന് വീണ്ടും മക്കയിലെത്തി. മകനെയുമായി മിനായിലേക്ക് പുറപ്പെട്ട പിതാവ് ഈ സ്ഥാനങ്ങളിലെത്തിയപ്പോൾ ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പിശാജ് ശ്രമിച്ചു. അശരീരിയുടെ ശബ്ദം കേട്ട സ്ഥാനത്തേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം കല്ലെറിഞ്ഞ സ്ഥലങ്ങളാണിത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതനുസരിച്ച് ഹജ്ജ് കർമ്മത്തിൽ അതേ സ്ഥാനത്ത് കല്ലെറിയുമ്പോൾ സകല പൈശാചിക ശക്തികളോടും തിന്മയോടും എതിരിടാനുള്ള വിശ്വാസവും ആവേശവും നമ്മിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ ആ ഹജ്ജ് ചൈതന്യമില്ലാത്ത കേവലം ചടങ്ങ് മാത്രമാകും.
അല്ലാഹു അക്ബർ അഥവാ ദൈവമാണ് സർവോന്നതൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കല്ലെറിയേണ്ടത്. തനിക്ക് എല്ലാറ്റിനേക്കാളും വലുത് ദൈവത്തിൻ്റെ പ്രീതിയാണ് എന്ന് പ്രതിജ്ഞയെടുക്കുകയാണ് മിനായിലെ കല്ലേറിലൂടെ ഹാജിമാർ ചെയ്യുന്നത്. മകനെ അറുക്കാൻ കിടത്തി. കത്തിയെടുത്തു പിതാവ്. അല്ലാഹു പ്രഖ്യാപിച്ചു, വേണ്ട ഇബ്രാഹിം, എൻ്റെ കൽപ്പന നീ നിറവേറ്റിയിരിക്കുന്നു. അതിന് പകരമായി ഒരാടിനെ അറുക്കുക. ദൈവീക പ്രീതിക്ക് വേണ്ടി എന്തും ത്യജിക്കാനുള്ള സന്നദ്ധത ഉണ്ടാക്കുകയാണ് ബലിയുടെ ലക്ഷ്യം. മകൻ വളർന്നു വലുതായപ്പോൾ രണ്ടുപേരോടും പുരാതന അടിത്തറക്ക് മുകളിൽ കഅബാലയം പടുത്തുയർത്താൻ അല്ലാഹു കൽപ്പിച്ചു. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ കേന്ദ്രമായ ഈ ദൈവീക ഭവനം വലയം വെക്കൽ അഥവാ തുവാഫ് ചെയ്യൽ ഹജ്ജിലും ഉംറയിലും നിർബന്ധമാണ്. അലാസ്ക മുതൽ ഫിജി ദ്വീപുകൾ വരെ പരന്നുകിടക്കുന്ന വിശാലമായ ലോകത്തിൻ്റെ 200ഓളം രാഷ്ട്രങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ പുണ്യഗേഹത്തിലേക്ക് ഹജ്ജ് നിർവഹിക്കാനായി എത്തുന്നു. ദേശഭാഷ വർണ്ണജാതി വ്യത്യാസങ്ങളില്ലാതെ മസ്ജിദുൽ ഹറമിൽ തോളോട് തോൾ ചേർന്ന് നമസ്കരിക്കുന്ന ഹാജിമാരെയാണ് നാം കാണുന്നത്. ലൂത്ത് നബിയും ചാവ് തടാകവും. ജോർഡാന്റെ തലസ്ഥാനമായ അമ്മാൻ നഗരമാണിത്. ഇവിടുന്ന് 55 കിലോമീറ്റർ അകലെയാണ് ചാവു തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ സഹോദരപുത്രനായ ലൂത്ത് നബിയെ ഫലസ്തീന്റെ കിഴക്കൻ പ്രദേശങ്ങളിലേക്കാണ് അല്ലാഹു നിയോഗിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട നഗരം സദോം ആയിരുന്നു. 4000 വർഷങ്ങൾക്ക് മുൻപ് സ്വവർഗ സംഭോഗികളായിരുന്ന തന്റെ ജനതയോട് ദൈവദൂതനായ ലൂത്ത് നബി ആ നീചകൃത്യത്തിൽ നിന്ന് പിന്തിരിയാൻ കൽപ്പിക്കുകയുണ്ടായി. അവർ പിന്തിരിഞ്ഞില്ലെന്ന് മാത്രമല്ല, പരസ്യമായി സ്വവർഗ സംഭോഗം തുടരുകയും ജനങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്തു. ഈ ദുഷ്പ്രവർത്തനത്തിൽ മുഴുകിയ ജനതയെ സംസ്കരിക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. ഭാര്യ ഒഴിച്ചുള്ള തൻ്റെ വീട്ടുകാർ മാത്രമാണ് സത്യവിശ്വാസികളായത്. ആ നാടിനെ നശിപ്പിക്കാൻ മനുഷ്യരൂപത്തിൽ അവിടെ എത്തിയ മലക്കുകളെപ്പോലും സ്വവർഗരതിക്കിരയാക്കാൻ അവർ ഓടിവന്നു. മലക്കുകൾ ലൂത്ത് നബിയോടും ഭാര്യ ഒഴികെയുള്ള വീട്ടുകാരോടും നാടുവിടാൻ അല്ലാഹു കൽപ്പിച്ചതായി അറിയിച്ചു. പിന്നീടുണ്ടായ സംഭവം ഖുർആൻ പറയുന്നു. അധ്യായം 11 ഹൂദ് 82 സൂക്തം. فلما جاء أمرنا جعلنا عاليها سافلها وأمطرنا عليها حجارة من سجيل منضود. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ നാടിനെ നാം കീഴ്മേലായി മറിക്കുകയും അട്ടിയട്ടിയായി ചൂളവെച്ച ഇഷ്ടികക്കല്ലുകൾ നാം അവരുടെ മേൽ വർഷിക്കുകയും ചെയ്തു. ആ ദുഷ്ടജനങ്ങളെ നശിപ്പിക്കാൻ ഇറക്കിയ രാസമഴയുടെയും ഭൂകമ്പത്തിൻ്റെയും ഫലമായി രൂപം കൊണ്ട ഈ ചാവുതടാകത്തിലെ ഉപ്പിൻ്റെ തോത് സാധാരണ സമുദ്രജലത്തിൻ്റെ തോതിനേക്കാൾ 8 ഇരട്ടിയാണ്. ഉപ്പും മറ്റ് ലവണങ്ങളും വൻതോതിൽ അലിഞ്ഞു ചേർന്നതിനാൽ സാന്ദ്രത കൂടിയ ഈ വെള്ളത്തിൽ കിടന്നാൽ ആണ്ടുപോവുകയില്ല. ജീവന്റെ അംശം തീരെ അസാധ്യമായതിനാലാണ് ചാവുതടാകം അൽ ബഹറുൽ മയ്യിത്ത്, ഡെഡ് സീ എന്നെല്ലാം ഇത് അറിയപ്പെടുന്നത്. 82 കിലോമീറ്റർ നീളവും 18 കിലോമീറ്റർ വീതിയുമുള്ള ഈ തടാകമധ്യത്തിൽ 1400 മീറ്റർ വരെ ആഴമുണ്ട്. അക്കരെ ഫലസ്തീനാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1300 അടി താഴെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ജോർഡാന്റെയും ഇസ്രായേലിന്റെയും ഇടയിലാണ് ഈ തടാകത്തിന്റെ സ്ഥാനം. അധ്യായം 29 അൻകബൂത്ത് 34-35 സൂക്തങ്ങളിൽ
അള്ളാഹു പറയുന്നു, إنا منزلون على أهل هذه القرية رجزا من السماء بما كانوا يفسقون ولقد تركنا منها آية بينة لقوم يعقلون. ഈ നാട്ടുകാരുടെ മേൽ അവർ ചെയ്തുകൊണ്ടിരുന്ന അധർമ്മത്തിൻ്റെ ഫലമായി ആകാശത്തുനിന്ന് ഒരു ശിക്ഷ ഇറക്കുന്നതാണ്. തീർച്ചയായും ചിന്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു ദൃഷ്ടാന്തം നാം അവശേഷിപ്പിച്ചിരിക്കുന്നു. എക്കാലത്തുമുള്ള സ്വവർഗ സംഭോഗികൾക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ് അള്ളാഹു ഈ തടാകത്തെ നിലനിർത്തിയിരിക്കുന്നത്. സദോം നിവാസികളോട് ദൈവത്തിന് പ്രത്യേക വിരോധവും നമ്മോട് പ്രത്യേക സ്നേഹവും ഇല്ലെന്നോർക്കുക. ഭൗതിക ശിക്ഷകൾക്ക് പുറമെ ഭയാനകമായ നരകശിക്ഷയും പരലോകത്ത് അക്കൂട്ടർക്ക് ഒരുക്കി വച്ചിട്ടുണ്ട്. ഈ ദുഷ്പ്രവർത്തനത്തിലേർപ്പെടുന്നവർ അതിൽ നിന്ന് പിന്തിരിയുക, ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് പരിശുദ്ധ ജീവിതം നയിക്കുക.